ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തുടങ്ങിയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനാണ് എറണാകുളത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുടെ തീരുമാനം. എബിൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. എബിൻ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ അതിൽ ചില ഇളവുകൾ വരുത്തിയാണ് ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നീട് വീണ്ടും ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴുള്ള ഗ്രൗണ്ടുകളിൽ എടുത്താൽ മതി എന്നൊക്കെയുള്ള ഇളവുകൾ ഈ പരിഷ്കാരത്തിൽ വരുത്തിയിരുന്നല്ലോ. അപ്പോൾ എന്താണ് വീണ്ടും ഈ പ്രതിഷേധത്തിലേക്ക് പോകാൻ ഈ ഉടമകൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകളുടെ ഉടമകൾ പോകാൻ കാരണം? പ്രജിൻ, കഴിഞ്ഞ മാസം പുതിയൊരു സർക്കുലർ വന്നിരുന്നു. ഇത് പ്രകാരം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവാണ് പ്രധാനമായൊരു പ്രശ്നം ആയി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ 30 പേർക്കാണ് ഒരു RTOയ്ക്ക് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള അനുമതിയുള്ളത് ഒരു ദിവസം. അതായത് 20 പേർക്ക് പുതിയതായും അതുപോലെ തന്നെ 10 പേർ നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരാജയപ്പെട്ട ആളുകൾക്കുമാണ് ഇതിൽ അനുമതി നൽകുക. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. എറണാകുളത്ത് ഏകദേശം 80ഓളം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. അങ്ങനെ നോക്കിയാൽ എത്ര പേർക്കാണ് ഇതിൽ നിന്ന് ഈ ടെസ്റ്റിന് സ്ലോട്ട് ലഭിക്കുക എന്നുള്ള ആശങ്ക നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ CIT ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇതിൽ ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മറ്റ് സംഘടനകൾ ഇതിനെ പിന്താങ്ങിക്കൊണ്ടാണ് നാളെ മുതൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുമെന്നാണ് അറിയിപ്പുള്ളത്. സംസ്ഥാന വ്യാപകമായി ഇത് ഉണ്ടായേക്കുമെന്നുമാണ് ഇപ്പോൾ സൂചന. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്.